نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസിനികൾ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പിന്തുടരാൻ പറയുന്ന ഒരു മില്ലത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, "ഉമ്മ ഔഹൈനാ ഇലൈക അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ." ഋജുമനസ്കനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് നീ പിന്തുടരണം. അള്ളാഹു നമ്മളോടും പറഞ്ഞു, "വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ." ഇബ്രാഹിം നബിയുടെ മില്ലത്ത് നിങ്ങൾ പിന്തുടരണം. ആ മില്ലത്ത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അധ്യായങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്രാഹിം നബി നമുക്കുള്ള മാതൃകയാണ്. അദ്ദേഹത്തെ പിന്തുടരാനും അല്ലാഹു കൽപ്പിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ ഖുർആൻ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒരുപാട് പാഠങ്ങൾ നൽകുന്നു. ആദ്യമായി തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തൗഹീദിന് വേണ്ടി ജീവിതത്തെ അതിനു വേണ്ടി ത്യജിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. തന്റെ നാട്ടിലുണ്ടായിരുന്നതായ ബിംബാരാധനകൾക്കെതിരിൽ അദ്ദേഹം ശക്തമായ രൂപത്തിൽ പ്രബോധനം നടത്തി. തന്റെ കുടുംബം തന്നെ ബിംബാരാധകരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് തന്നെ വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ, തന്റെ പിതാവിനോട് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോടായി പറയുകയാണ്, അതത്തഖിദു അസ്നാമൻ ആലിഹ, നിങ്ങൾക്ക് ഉപകാരങ്ങളെ ചെയ്തു തരാനും ഉപദ്രവത്തെ തടുക്കാനുമുള്ള ആളുകളായി, ആരാധ്യന്മാരായി നിങ്ങൾ ബിംബങ്ങളെയാണ് പിതാവെ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ്. തന്റെ പിതാവിനോടായിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് കേൾക്കുവാനോ കാണുവാനോ നിങ്ങൾക്ക് ഒരു ഉപകാരം വരെ ചെയ്തു തരാനും സാധിക്കാത്ത വിവറ്റകളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന്.
അപ്പൊ തൗഹീദായിക്കൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി അത് ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി സ്വന്തം പിതാവിനോട് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു, നാട്ടുകാരോട് സംസാരിച്ചു. നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിലാണോ എന്നോട് തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്? നാട്ടുകാരുമായി സംസാരിച്ചു, രാജാവുമായി സംസാരിച്ചു. ഇങ്ങനെ എല്ലാവരുമായി കൊണ്ടും തൗഹീദ് പ്രബോധനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഒരു ഗുണപാഠം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പാഠം നൽകുകയാണ്. മാത്രമല്ല, നമുക്ക് ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്നതായ അള്ളാഹു ഇഷ്ടപ്പെടാത്തതായ മാർഗങ്ങൾ സ്വീകരിച്ചവരായ ആളുകളോട്, വിശിഷ്യ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് നിങ്ങളെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലെങ്കിൽ അതാണ് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് തന്നെ അവരുമായി കൊണ്ട് നല്ല രൂപത്തിൽ സഹവസിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി അമുസ്ലിമീങ്ങളായ മാതാപിതാക്കളാണെങ്കിലും ദുന്യവിയായ കാര്യങ്ങളിൽ നല്ല രീതിയിൽ അവരുമായി കൊണ്ട് സഹവസിക്കണം. എന്നാൽ സ്വന്തം പിതാവിനോട് പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ ജനങ്ങളും നാട്ടുകാരും വ്യക്തമായ വഴികേടിലായിട്ടാണ് പിതാവെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അത് തുറന്നു പറയാൻ, അവിടെ അവർക്ക് മനസ്സിന് വെറുപ്പുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, എന്റെ വാക്കുകളിൽ നിന്ന് വരരുതേ എന്ന രീതിയല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലും നമുക്ക് മാതൃകയാണ്. മാത്രമല്ല, എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹു പഠിപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, റബ്ബന ഇഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർ ലീ, എനിക്ക് നീ പൊറുത്തു തരണേ, വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും പൊറുത്തു തരണേ, വലിൽമുഅ്മിനീൻ, വിശ്വാസികൾക്കും പൊറുത്തു തരണേ, യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നടക്കുന്ന നാളിൽ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് അള്ളാഹു ഇബ്രാഹിം നബിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ശത്രുക്കളായ അഥവാ ബിംബാരാധകരായ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ നമ്മുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ നമ്മളെ പഠിപ്പിച്ചിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലിഅബീഹി ഇല്ലാ അൻ മൗഇദത്തി വഅദഹാ ഇയ്യാ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വു ലില്ലാഹ് തബറഅ. അദ്ദേഹം അല്ലാഹുവിന്റെ ശത്രുവാണ് തന്റെ പിതാവെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്ന് അദ്ദേഹം ഒഴിവായി എന്നാണ്. പിന്നെ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നിട്ടില്ല, പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം തന്റെ നാട്ടുകാരെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോ അവരുമായി കൊണ്ട് സഹകരിക്കുകയല്ല ഇബ്രാഹിം നബി ചെയ്തിട്ടുള്ളത്, നിസ്സഹകരണമാണ് നടത്തിയത്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, നാട്ടില് നമ്മൾ മാത്രമാണ്, ബാക്കിയുള്ളവരൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, അള്ള പഠിപ്പിക്കാത്ത മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോ അവരോടൊപ്പം നമ്മൾ സഹകരിച്ചുകൊണ്ട് ഞാനൊരു എതിർപ്പുള്ള ആളായി നിൽക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ്. മറിച്ച് ഇബ്രാഹിം നബി പഠിപ്പിച്ചത്, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, ഇബ്രാഹിം നബി അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കി, നക്ഷത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ രോഗിയാണ്, നിങ്ങൾക്കുള്ളതായ ആ ആരാധനാകാര്യം ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേ വിശ്വാസികളെ, അള്ളാഹുവിനെ പരിഹസിക്കുന്നതായ കാര്യങ്ങൾ, ദീനിനെ പരിഹസിക്കുന്നതായ കാര്യങ്ങൾ, അതേപോലെ തന്നെ അവിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നതായ സംസാരങ്ങൾ, വാക്കുകൾ, അത്തരം കാര്യങ്ങളാരെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതല്ല വിശ്വാസികൾക്ക് പാടുള്ളത്. ഖുർആൻ പറഞ്ഞു, وقد نزل عليكم أن سمعتم وقد نزل عليكم في الكتاب أن سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم
فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم. പരിഹാസങ്ങൾ, അള്ളാഹുവിനെ പരിഹസിക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന അത്തരം സന്ദർഭങ്ങൾ കേൾക്കുമ്പോ അള്ളാഹുവിനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് പഠിപ്പിച്ചതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല. അവരോടൊപ്പം നിൽക്കലല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, മറിച്ച് അവരുടെ കൂടലല്ല. അങ്ങനെ കൂടിയാൽ ഇന്നക്കും ഇദംമിഥിലുഹും, നിങ്ങളും അവരെ പോലെയാണെന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായിക്കൊണ്ട് അത്തരത്തിൽ ആ ചീത്ത പ്രവർത്തികൾ ചെയ്യുന്ന, കുഫർ ചെയ്യുന്ന ആളുകളോട് കൂടെ സഹകരിക്കാനല്ല ഇബ്രാഹിം നബിയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്, ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും ഒക്കെ തന്നെയും ക്ഷമയാണ് നമുക്ക് വേണ്ടതെന്ന്. ആ ക്ഷമയുണ്ടായാൽ അള്ളാഹു അതിലൂടെ നമുക്ക് മഹത്തായ വിജയം നൽകുമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ബിംബങ്ങളെ കൊത്തി നുറുക്കിയതിനു ശേഷം ചെയ്ത സംഭവങ്ങൾ നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിൽ ഇട്ടുകൊണ്ട് ചുട്ടുകരിക്കാനാണ് നാട്ടുകാർ തീരുമാനിച്ചത്. അപ്പൊ എനിക്ക് ഇനി രക്ഷയില്ല എന്ന രൂപത്തിൽ തോന്നുന്ന സന്ദർഭത്തിൽ പോലും ഇന്ന് നമ്മുടെ നാട്ടിലെ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യയാണ്. ക്ഷമയില്ലാത്ത രൂപത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകൾ കാണുന്നത്. മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, എന്തെങ്കിലും പ്രതിസന്ധികൾ നാട്ടിൽ വരുന്ന സന്ദർഭത്തിലേക്ക് അവർ ജീവിതത്തെ അവസാനിപ്പിക്കുന്ന രൂപങ്ങൾ കാണുന്നുണ്ട്. ഇബ്രാഹിം നബി അതല്ല മാതൃകയാണ്, മറിച്ച് ക്ഷമയോടുകൂടി അതിന് നേരിടുകയാണ് അദ്ദേഹം ചെയ്തത്. അതിൽ നമുക്ക് മാതൃകയാണ്. മാത്രമല്ല, അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആ വാക്കുകളാണ് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അദ്ദേഹത്തെ തീയിലേക്ക് ഇടപെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാണെന്നാണ്. അതെ, ആ തീനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയാണ്. ഇതെന്താണ് അല്ലാഹു നമുക്ക് പഠിപ്പിക്കുന്നത്? അവരെന്ത് തന്നെ ഉപദ്രവങ്ങൾ, അഥവാ നമ്മുടെ എതിരാളികൾ നമുക്കെതിരെ എത്ര തന്നെ വലിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അള്ളാഹുവിന്റെ തന്ത്രമാണ് വിജയിക്കുക. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം ഫഅറാദു ബിഹി കൈദാ ഫജഅൽനാഹുൽ അസ്ഫലീൻ. നിങ്ങൾ തീരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് തണുപ്പുള്ളതാക്കി മാറ്റി എന്നാണ് ഖുർആൻ പറയുന്നത്. തണുപ്പുള്ളതും സമാധാനമായ ഒരു ചൂടാക്കി അല്ലാഹു അതിനെ മാറ്റിയത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, കൃത്യമായി കൊണ്ട് തന്നെ പടച്ചറപ്പിൽ ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. അതെ, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ മാനസികമായ വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാനുള്ളതും ഇതേ കാര്യമാണ്. അവർ പിന്തിരികയാണെങ്കിൽ, നിങ്ങളുടെ ദഅവത്ത് കേട്ടുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഏകദൈവാരാധനയിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിക്കുമ്പോൾ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിക്കൊണ്ടും നിങ്ങൾക്ക് മാനസികമായ വിഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഹസ്ബി അല്ലാഹ് എന്ന് തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാഹു മതി എന്നുള്ള കാര്യമാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, വരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാണെന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കേണ്ടതെന്നത് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കും. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലൂടെ പഠിപ്പിക്കും. അതെ, ആര് നമ്മളെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന പ്രബോധനത്തിന് നമുക്ക് കരുത്ത് നൽകുമെന്നാണ്. ആര് വിശ്വസിച്ചില്ല? ഒരാൾ മാത്രം വിശ്വസിച്ചു, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വസിച്ചു എന്നാണ്. ആ വിശ്വാസിയുമായി കൊണ്ട് പിന്നീട് രാജ്യം പെടാൻ പോവുകയാണ്. അങ്ങനെ നാട്ടിലും എന്നും പറഞ്ഞു പലം മാറ്റതരവും നമ്മൾ ത്യജിക്കുന്ന കാര്യങ്ങളിൽ പല പ്രയാസങ്ങളും സഹിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിനേക്കാൾ ഉത്തമമായ ഒരു സന്ദർഭം, മാനസിക സംതൃപ്തിയുള്ള ഒന്ന് അല്ലാഹു നമുക്ക് നൽകുമെന്നാണ്. പലം മാറ്റതരവും വമായ അബ്ദൂല മിൻ ദൂനില്ലാഹ് വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ് വകുല്ലൻ ജഅൽനാ നബിയ്യാ. അവർ ആരാധിക്കുന്നതിൽ നിന്നും അവരുടെ നാട്ടുകാരിൽ നിന്നും വിട്ടുനിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇസ്ഹാഖ് നബിയെയും അതേപോലെ തന്നെ യാക്കൂബ് നബിയെയും നൽകി അവരെല്ലാം പ്രവാചകന്മാരാക്കി എന്നാണ്. എത്ര വയസ്സായിട്ട് ആ കുട്ടി ഉണ്ടാകും നമുക്കറിയാം.
തഫ്സീറുകളിൽ കാണാം, അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം, ഇസ്ഹാഖ് നബിയെയും അതിനുണ്ടായ പേരക്കുട്ടിയെയും കണ്ടതിന് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നത് എന്നുള്ളത്. അപ്പോ ജീവിതത്തിൽ എല്ലാ നിലക്കും നാട്ടുകാർക്കിടയിൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ള പ്രവാചകന്മാർ, നബിമാർ എന്ന മക്കളെ പ്രദാനം നൽകി. ആരും കിട്ടിയില്ലെങ്കിലും അതിനുശേഷം അത്രമാത്രം വലിയ ഒരു മാറ്റം ഇബ്രാഹിം നബിക്ക് പകരം നൽകി എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ പടച്ചറപ്പ് അതിന് പകരമായി നമുക്ക് നൽകുമെന്ന് പഠിപ്പിക്കുന്നു. വീണ്ടും അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര പോവുകയാണ്. അദ്ദേഹത്തിന്റെ യാത്രയിൽ മഹത്തായ ഗുണപാഠം പടച്ചറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈജിപ്തിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൂടെയുള്ളത്. ഭാര്യ സൗന്ദര്യാണ് സാറ ബീവി ഭയങ്കര സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു എന്നാണ്. അവരെ കണ്ടപ്പോൾ ആ നാട്ടിലെ ആ പ്രമാണിയായ രാജാവായ ആള് അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ല സുന്ദരിയായ ഒരു സ്ത്രീയുമായിട്ട് ഒരാൾ പോകുന്നുണ്ട്. അങ്ങനെ അവരെ പിടിച്ചു അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് ആദ്യം വിളിപ്പിച്ചത്. ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത്? അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെയുള്ളത് എന്റെ സഹോദരിയാണ്. ഭാര്യ എന്ന് പറഞ്ഞില്ല, സഹോദരിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യയുടെ അടുക്കൽ ചെന്നു, സാറയുടെ അടുക്കൽ. സാറയോട് പറഞ്ഞു, ഞാനും നീയുമല്ലാതെ മറ്റൊരു മുഅ്മിൻ ഈ ലോകത്ത് ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരന്മാരാകുന്നു എന്ന് അങ്ങനെ അത് പഠിപ്പിച്ചു. പിന്നീട് സാറയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അവിടെ ഹദീസിൽ വിശദീകരിച്ചത് കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കരിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, തന്റെ ഭാര്യയാണ് വ്യഭിചാരത്തിന് വേണ്ടി, അദ്ദേഹം ബലാത്സംഗത്തിന് വേണ്ടി എന്നൊക്കെ പറയാം, വേണ്ടാവൃത്തിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. ആ സന്ദർഭത്തിൽ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട്, പടച്ചറപ്പിൽ അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടായാൽ നമസ്കാരത്തിലേക്കായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാനാണ് മുന്നോട്ട് പോയിരുന്നത്. നമസ്കരിക്കലാണ് പ്രവാചകൻ ചെയ്ത ചര്യ. അതേ ചര്യത ഇബ്രാഹിം നബി നമസ്കാരത്തിൽ മുഴുകിക്കൊണ്ടിരുന്നു എന്നാണ്. അതേ സാറയും നമസ്കരിച്ചു കൊണ്ടിരുന്നു എന്നാണ്. അപ്പോഴാണ് അദ്ദേഹം, ഈ രാജാവ് സാറയെ പിടിക്കാൻ വേണ്ടി ചെല്ലുന്നത്. നമസ്കാരത്തിലായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അള്ളാഹുവിനോട് ഈ തോന്നിയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ അയാളുടെ കാലുകളും കൈകളും ക്ഷയമില്ലാതെ, കൈകൾക്ക് ശക്തിയില്ലാത്ത രൂപത്തിൽ ക്ഷയിച്ചു പോയി എന്നാണ്. വീണ്ടും അയാൾ പറഞ്ഞു, നെഞ്ചിരയിൽ ആ കയ്യിനും കാലിനും ശക്തി നൽകാനും, എന്നാൽ ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന്. വീണ്ടും അദ്ദേഹം സാറ വിചാരിച്ചു എന്നാണ്, ഇങ്ങനെ അയാൾ മരിച്ചു പോയാൽ ഞാനാണ് അയാളെ കൊന്നത് എന്ന് വിചാരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ അയാളുടെ കയ്യിലും കാലിനും ആരോഗ്യം കിട്ടിയപ്പോ വീണ്ടും അയാൾ അവരെ ഉപദ്രവിക്കാൻ, വീണ്ടും പിടിക്കാൻ ശ്രമിച്ചപ്പോ വീണ്ടും പ്രാർത്ഥിച്ചു. അവരുടെ കൈകാലുകൾക്ക് ശക്തി നഷ്ടപ്പെട്ടു എന്നും പിന്നീട് വീണ്ടും അയാൾ ആവശ്യപ്പെട്ടപ്പോ അത് എടുത്തു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് തന്നെ അയാൾക്ക് ആ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അയാൾക്ക് ആരോഗ്യം കിട്ടിയ ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് മനുഷ്യനെയല്ല, മറിച്ച് പിശാചിനെയാണ് കൊണ്ടുവന്നത്. ഇതിനെ ദൂരെ കൊണ്ടുപോകൂ എന്ന് പറയുകയും കൂടെ ഹാജറയെയും കൊടുത്തുവിടുകയും ചെയ്തു എന്നാണ്. നോക്കൂ നിങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ വരെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിൽ മുഴുകിയിരുന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചത്. അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ മുഴുകിയാൽ പടച്ച റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ളത് അവിടെ നമുക്ക് കാണുകയാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ പഠിപ്പിക്കുന്നത്, ഉന്നതമായ ഭവനങ്ങൾ നിർമ്മിച്ചാൽ, വീടുകൾ നിർമ്മിച്ചാൽ, വിശിഷ്ട പള്ളികൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഭവനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നത സ്ഥാനങ്ങൾ നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ കഅബാലയം പടുത്തുയർത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ ഇബ്രാഹിം നബിയെ ബൈത്തുൽ മഅമൂരിലേക്ക് ചാരിയിരിക്കുന്നതായി കണ്ടു എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രമാത്രം ഉന്നതമായ സ്ഥാനമാണ് മുഹമ്മദ് നബിക്ക് കഅബാലയം നിർമ്മിച്ചത് ആ കാരണത്താൽ നൽകിയതെന്ന് ഇവിടെ മനസ്സിലാക്കാം. നോക്കൂ നിങ്ങൾ, സ്ത്രീകൾക്ക് ആദരവ് നൽകിയതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് മുമ്പ് തന്നെ നടന്ന സംഭവങ്ങൾ. അതെ, ഹാജറ ബീവിയുടെ സംഭവം. ഹാജറ ബീവി രണ്ട് മലയിലേക്കും കയറിയത് നമുക്കറിയാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച സന്ദർഭത്തിൽ ഉമ്മയുടെ ശരീരത്തിൽ പാലില്ലാത്ത അവസ്ഥ വരികയും വെള്ളം കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ വരികയും അവരൊക്കെ കൊണ്ടുപോയ തോൽപാത്രത്തിൽ കൊണ്ടുപോയിരുന്ന
പാനീയങ്ങൾ, വെള്ളങ്ങളൊക്കെ തീർന്നു പോവുകയും ചെയ്ത സന്ദർഭത്തിൽ കുട്ടി കരഞ്ഞു കരഞ്ഞു. നമുക്കറിയാം ആ ചരിത്രം. പക്ഷേ കുട്ടിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് വെള്ളം ആരെങ്കിലും മറ്റു മലയുടെ ഭാഗത്ത് നിന്ന് ആളുകൾ നടന്നു പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടി സഫാ മലയുടെ മുകളിലേക്ക് കയറി നോക്കുകയാണ്. അവിടെ ആരും പോകുന്നില്ല കണ്ടപ്പോ വീണ്ടും തന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വെള്ളത്തിന് വേണ്ടി വീണ്ടും അവിടെ ഇറങ്ങി മറുവാ മലയിലേക്ക് ഓടിക്കയറുകയാണ്. അവിടെ നിന്നും ആളുകൾ ആ മലയുടെ അപ്പുറത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വെള്ളം വാങ്ങാമെന്നാണ് വിചാരം. വീണ്ടും ഇങ്ങോട്ടേക്ക് ഓടുകയാണ്. അങ്ങനെ 7 പ്രാവശ്യം ഓടിയ ഓട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നിങ്ങൾ ഇന്നും സഫാ മലയിലൂടെ ഓടുകയാണ്. ഹാജറ ബീവിക്ക് നൽകിയിട്ടുള്ള ആ ഓട്ടത്തിന്റെ ഫലമായി ഇന്നും അത് സ്മരണയായിക്കൊണ്ട് അള്ളാഹു അതിനെ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾക്കുള്ള ആദരവ് നൽകിയതും അങ്ങേയറ്റത്തെ ബഹുമാനത്തിലേക്ക് അത് എത്തിച്ചതുമൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതെ വിശ്വാസികളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം മക്കളെ വേണമെന്ന് പ്രാർത്ഥിക്കലല്ല ഇബ്രാഹിം നബിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് ഇബ്രാഹിം നബിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വാലിഹായ മക്കളെ തരണേ എന്ന പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ കുട്ടികളെ വേണം, ശരിയാണ്. പക്ഷേ റബ്ബേ മക്കളെ തരണേ, നല്ല കുട്ടിയാകണം എന്ന് പ്രാർത്ഥിക്കലില്ല. സ്വാലിഹായ കുട്ടിയെ വേണമെന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ നാഥാ എനിക്ക് നീ നൽകണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അതുപോലെ സ്വാലിഹങ്ങളായ കുട്ടികളാവാൻ വേണ്ടി, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക വിശ്വാസികളെ. നോക്കൂ നിങ്ങൾ, നമസ്കാരമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു, നമസ്കാരമാണ് എല്ലാത്തിനും നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമസ്കാരം അത് കൃത്യതയോടുകൂടി നമസ്കരിക്കണമെങ്കിൽ നാം പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളതും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാ പഠിപ്പിച്ചത്? ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലൂടെ തന്നെ. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ, എന്നെയും എന്നെ മാത്രമല്ല എന്റെ മക്കളെയും നമസ്കാരം നിർവഹിക്കുന്ന മക്കളാക്കി മാറ്റണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. നമ്മളും അത് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു നിലക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഏതാനും ചില വാക്കുകളിൽ വരുന്നതായ ചില പിഴവുകളുണ്ട്. ആ പിഴവുകൾ വരെ വലിയ കാര്യങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ പിഴവല്ലാത്ത കാര്യങ്ങൾ, അതൊരു സൂചനാപരമായി പറഞ്ഞ കാര്യങ്ങൾ വരെ, അത് യഥാർത്ഥത്തിൽ കളവല്ലാത്ത കാര്യങ്ങൾ വരെ ഇബ്രാഹിം നബി അങ്ങേയറ്റം ഭയപ്പെടുകയും അതിനുവേണ്ടി പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയായി ഇബ്രാഹിം നബിയെ പഠിപ്പിക്കുകയാണ്. അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പാപങ്ങളും വലിയ പാപങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരാവേണ്ടത്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബനാ ഇന്നക തഅലമു മാ നഖ്ഫി വമാ നുഅലിൻ വമാ യഖ്ഫാ അലൈക ഫീ ശൈഇൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹുവേ, റബ്ബനാ ഇന്നക തഅലമു മാ നഖ്ഫി വമാ നുഅലിൻ, ഞങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും നീ അറിയുന്നുണ്ട് നാഥാ. വലാ യഖ്ഫാ അലൈക, നിനക്കറിയാത്തതായി ഒന്നും തന്നെ ഇല്ല. ആകാശങ്ങളിലോ ഭൂമിയിലോ ഒന്നും നീ അറിയാത്തതില്ലെന്ന് പറയുകയും എല്ലാം പടച്ചറപ്പിന് അറിയാമെന്ന ബോധ്യത്തോടു കൂടി പടച്ചറപ്പിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറഞ്ഞ സൂചനയായി പറഞ്ഞ 3 കളവുകളെ കുറിച്ച് അദ്ദേഹം ഭയങ്കര പേടിയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ശഫാഅത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസിൽ ഞാൻ തന്നെ 3 കളവ് പറഞ്ഞിട്ടുണ്ട്, നഫ്സ് നഫ്സി എന്ന് പറഞ്ഞത്. അത് കളവെന്താ ഞാനിപ്പോൾ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹമല്ല ബിംബങ്ങളെ കൊത്തി നുറുക്കിയത് എന്നും അല്ല എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. മറിച്ച് ആരാണ് ഇബ്രാഹിം ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുറെ നടക്കുന്നുണ്ട്, ഒന്നിന്റെ തോളിലാണല്ലോ പോരാളിയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനോട് ചോദിച്ചു നോക്കൂ, അതായിരിക്കും അത് പ്രവർത്തിച്ചത് എന്നാണ് അവർ സംസാരിക്കുന്നവരാണെങ്കിൽ. അവരുടെ മനസ്സിനെ ബുദ്ധിയെ തട്ടി ഉണർത്താൻ വേണ്ടി ചെയ്ത കാര്യമായിരുന്നു. അവിടെയാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ കളവായി പറഞ്ഞത്. രണ്ടാമതായി അവരുടെ ആരാധനാലയങ്ങളിലേക്ക്, അവരുടെ ആഘോഷങ്ങളിലേക്ക് ഇബ്രാഹിം നബിയെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നി സഖീം, ഞാൻ രോഗിയാണ്, അഥവാ നിങ്ങളുടെ അതല്ല എനിക്കുള്ളത്, വിശ്വാസമല്ല എനിക്കുള്ളത് എന്ന രൂപത്തിൽ സംസാരിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മൂന്നാമത്തേത് ഇതെന്റെ സഹോദരിയാണ് എന്ന് സാറയെ കുറിച്ച് പറഞ്ഞത് അതും തന്നെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ എന്നാണ്. എങ്കിൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു വിശ്വാസികളെ. അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുക, ജനങ്ങൾക്കിടയിൽ നല്ല സൽകീർത്തി ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. റബ്ബി ഹബ്ലി ഹുക്മാ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. നമ്മളും പ്രാർത്ഥിക്കണം നമുക്ക് സൽകീർത്തി ഉണ്ടാകുന്നതിന് വേണ്ടി. അല്ലാഹു ആ കീർത്തി ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ ഓരോരുത്തരെ കൊണ്ടും
നമസ്കാരത്തിൽ 5 നേരവും ഇബ്രാഹിം നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബിക്ക് എത്രമാത്രം മഹത്വം നൽകിയെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് ഗുണപാഠം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുകയും പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിച്ചതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പടച്ച റബ്ബേ, എന്നെയും എന്റെ സന്താനങ്ങളെയും ബിംബാരാധനയ്ക്കെതിരെ പടപൊരുതി ഇബ്രാഹിം പ്രാർത്ഥിക്കുകയാണ്. എന്നെയും എന്റെ കുട്ടികളെയും ബിംബാരാധകരാക്കി നീ മാറ്റല്ലേ നാഥ എന്ന പ്രാർത്ഥന എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم. اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരും ഉപദേശിച്ചു. ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ ഓർത്തുകൊണ്ട് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. നാളെയാണ് നമ്മുടെ ഈദുൽ അദ്ഹയുള്ളത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരുപാട് മാതൃകകൾ പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുക. ഒന്നാമതായി തന്നെ അറഫ ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 9-ന്റെ അന്നാണ് അറഫ എന്നത്. അതുകൊണ്ട് തന്നെ ആ 9-ന്റെ അന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ തന്നെ നമസ്കാര ശേഷമുള്ള തക്ബീറുകൾ മുഴക്കുക എന്നത് പ്രത്യേകം സുന്നത്താണ്. ഈ ജുമ കഴിഞ്ഞാലും അസർ നിസ്കാരം കഴിഞ്ഞാലും ഒക്കെ തക്ബീറുകൾ മുഴക്കുക. അത് നമസ്കാരം കഴിഞ്ഞ് പണ്ഡിതന്മാർ അതിന് പറയാ മുഖയ്യതായ പ്രത്യേക ഉപാധി വെച്ചതായ തക്ബീറുകൾ നമസ്കാര ശേഷം. അതില്ലാത്ത തക്ബീറുകൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. ഈ 10 ദിവസത്തിലും അതുണ്ട് എന്നതാണ്. അതുകൊണ്ട് അത് ചൊല്ലിക്കൊണ്ടേ തക്ബീറുകൾ മുഴക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതിനൊക്കെ പഠിച്ചോ നമുക്ക് പൂജാതെ. നമ്മൾ ഈ വാക്കുകളോട് ഉരുവിടുമ്പോ നമ്മളിരിക്കുന്ന പടച്ചകൾക്ക് വാക്കുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓർത്തുകൊണ്ട് തക്ബീറുകൾ നമ്മൾ മുഴക്കി പെരുന്നാളിന്റെ ആ സന്തോഷം നമുക്കുണ്ടാകാം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, പെരുന്നാളിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര ഉയരുക എന്നാണ് നമസ്കാരം അനുവദനീയമായ സമയം. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കണക്കനുസരിച്ച് 15 മിനിറ്റ് കഴിഞ്ഞാൽ അതിന്റെ സമയമാണ്. സൂര്യൻ നട്ടുച്ച സമയത്ത് എത്തുന്നത് വരെ പെരുന്നാൾ നിസ്കരിക്കാം, അനുവദനീയമായ സന്ദർഭമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിർവഹിച്ചതും പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതും ഒക്കെ സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ ആ സന്ദർഭത്തിലാണെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. സ്വഹാബിമാര് പെരുന്നാൾ ഫജ്ർ നമസ്കാരം, സുബഹി നമസ്കാരം പള്ളിയിൽ നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ നേരെ മുസല്ലയിലേക്കായിരുന്നു പോയിരുന്നത് എന്ന് കാണാം. നബിന്റെ പള്ളിയിൽ നിസ്കരിച്ചിരുന്നില്ല, നേരെ അവർ മുസല്ലയിൽ വെച്ചിട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. അത്രയും നേരത്തെ അവർ നമസ്കരിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ചര്യകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, കാരണം അതിനുശേഷം ഉണ്ടാകുമ്പോഴും അതേപോലെ തന്നെ ചെറുപെരുന്നാളിൻ്റെതാകുമ്പോഴും അങ്ങനെ തന്നെയാണ്. മറിച്ചൊരു വ്യത്യാസമുള്ളത്, ചെറിയ പെരുന്നാൾ നമ്മൾ പറയുന്ന ഈദുൽ ഫിത്തറിന്, അതായത് നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാളിന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടായിരുന്നു നമസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നത്. എന്നാൽ ഈദുൽ അദ്ഹക്ക് ഭക്ഷണം കഴിക്കാതെയാണ് നേരെ മുസല്ലയിലേക്ക് പോയിരുന്നത് എന്ന് കാണാം. പോകുമ്പോൾ ഒരു വഴിയും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നത്. എന്തിനു വേണ്ടി? അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും ആളുകളോട് സംസാരിച്ചുകൊണ്ട്, സലാം പറഞ്ഞുകൊണ്ട്, സന്തോഷങ്ങൾ പങ്കിട്ടുകൊണ്ടാണ് നബിയുടെ പോക്കും വരവുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. വാഹനത്തിലല്ല, നടന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കരിക്കാൻ പോയിരുന്നത് എന്നതും കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ പുണ്യകരമായ കാര്യങ്ങളാണ്. പിന്നെ ഈ ദിവസത്തിൽ നമുക്കറിയാം ഈദുൽ അദ്ഹ ആയതുകൊണ്ട് തന്നെ നമ്മള് ഈദുൽ അദ്ഹ എന്ന് പറയുമ്പോൾ ബലിയറുക്കുക എന്നുള്ളതാണ്. നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയറുത്തിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ സൗകര്യം രാത്രിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവാം പല ആൾക്കാർ.
അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും പുണ്യമുള്ളത് ആ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് അത് നിർവഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിലും പെരുന്നാൾ നമസ്കാരം ഉണ്ടാകും. അത് 7 മണിക്കായിരിക്കും പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക. നമ്മളെല്ലാവരും പങ്കെടുക്കുക. അതേപോലെ തന്നെ ഉദ്ഹിയ്യത്ത് അറക്കുന്നത് 10 മണിക്കാണ് എന്നാണ്. അവിടെയും തന്നെ എല്ലാവരും പങ്കാളികളാവണം. അറക്കുന്നവരെ വേണ്ടായില്ല എന്നുള്ളതല്ല, നമ്മൾ ഓരോരുത്തരും പങ്കാളികളാവുകയും ഈ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത്, അതിൽ പങ്കാളികളാകുക എന്നുള്ളത് വളരെ പുണ്യകരമായ കാര്യമാണെന്ന് ഓർത്തുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നത് തന്നെ നമുക്ക് പുണ്യങ്ങൾ നേടിയെടുക്കാനാണ് എന്ന ഒരു ഉദ്ദേശമാണ് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകും. എന്നിട്ട് തക്ബീർ എല്ലാവരും അറുക്കുമ്പോ തക്ബീറുകളുണ്ട്. അങ്ങനെ ആ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതും നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം മാംസങ്ങൾ എല്ലായിടത്തേക്കും എത്തുവാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ്. നമ്മളിങ്ങനെ കാണാം, അതൊക്കെ പുണ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആ പുണ്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാവുക. പടച്ച റബ്ബിനോട് തന്നെ നമുക്ക് വേണ്ടി തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസല്ലയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ എല്ലാവരോടും വലിയ പെരുന്നാൾ, പെരുന്നാൾ ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും എല്ലാവരും പങ്കെടുക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ അതിന് ഗൗരവത്തിന് വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാവരും എന്ന് പറഞ്ഞ ഉദ്ദേശം സ്ത്രീകളിൽ മെൻസസ് പീരിയഡിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് നമസ്കരിക്കണ്ടല്ലോ, പക്ഷെ അവർ വരെ അങ്ങോട്ടേക്ക് വരണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ സഹാബി വനിതകൾ പറയുന്നത് നമുക്ക് കാണാം ഹദീസുകളിലൂടെ. വീടുകളിൽ നിന്ന് വീട്ടിലും ആരും കാണാതെ ഇരിക്കുന്നവരായ സ്ത്രീകൾ വരെ, കന്യകളായ സ്ത്രീകളും അതേപോലെ തന്നെ ഋതുമതികളായ സ്ത്രീകളും എല്ലാവരും ആ മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു എന്നാണ്. എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വിശ്വാസികളുടെ ഈദിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളിൽ അവർക്കും പങ്കാളികളാകാൻ വേണ്ടിയാണ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രാർത്ഥനകളിൽ പങ്കാളികളാകാൻ. അങ്ങനെ സദസ്സിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്തുകളാണ് കിട്ടുന്നത്. ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടുകയും പുണ്യങ്ങൾ ലഭിക്കപ്പെടുകയും ചെയ്യാൻ ആ ഉദ്ദേശപ്രകാരം അവിടേക്ക് എത്തി എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ നൽകും. അതുകൊണ്ട് ആ പുണ്യത്തിൽ പങ്കാളികളാകാനാണ് എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളാക്കി ഇത്തരത്തിലുള്ള ഒരു പെരുന്നാളാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിശ്വാസികളെ നമുക്കറിയാം, സന്തോഷവും ആഘോഷവും ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവുക. നമ്മൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്കും നമ്മൾ സന്തോഷങ്ങൾ ഉണ്ടാക്കണം. ഈ ദിവസം ഒരു ആഘോഷ ദിവസമാണെന്നുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആഘോഷം എന്ന് പറഞ്ഞ സന്തോഷകരമായ കാര്യം അല്ലാതെ ഇന്നത്തെ കാലത്തുള്ള മറ്റുള്ള തോന്നിവാസങ്ങൾ ചെയ്യാന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. മറിച്ച് പടച്ചറബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സന്തോഷകരമായ പുണ്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടുള്ള സന്തോഷങ്ങളിലാണ് നമ്മൾ നിരന്തരമാവേണ്ടത്. അങ്ങനെ ആ രീതിയിൽ പെരുന്നാളിനെ നമ്മൾ മാറ്റുക. തക്ബീറുകൾ കൊണ്ട് നമ്മുടെ പെരുന്നാളിനെ നമ്മൾ മുഴക്കിക്കൊണ്ട് തന്നെ തക്ബീറിന്റെ ഈ പെരുന്നാൾ ദിവസത്തിലും അതിനുശേഷമുള്ള ദിവസങ്ങളിലും ഒക്കെ നമ്മൾ തക്ബീറുകളിൽ മുഴുകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാൾ ആഘോഷിക്കുവാനും നമസ്കാരത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക്, എല്ലാ ബുദ്ധിമുട്ടുകളെയും നമുക്ക് അല്ലാഹു നമുക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവിധ സന്ദർഭങ്ങളിലും പടച്ചറബിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പെരുന്നാളിൻ്റെതായ ദിവസങ്ങളിൽ ഈ ദുൽഹജ്ജ് 1 മുതൽ പടച്ചറബിനെ ഓർക്കാനുള്ളതാണെന്നാണ് ഖുർആനിൽ പറയുന്നത്. അങ്ങനെ അല്ലാഹുവിനെ നിരന്തരമായി ഓർക്കാൻ പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്ഥിരമായി നമസ്കാരം കൃത്യതയോടുകൂടി നിർവഹിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വാലിഹായ സന്താനങ്ങൾ അല്ലാഹു നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് ദൂരീകരിച്ചു തരുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار